നിങ്ങളുടെ വാഹനത്തിനുള്ളിൽ ജെർക്കില്ലാതെ ഗിയർ ഇടാം. ഞാൻ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇനി ഒരു ഇറക്കം കൂടിയ റോഡാണെങ്കിലോ? ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ചോദിച്ച ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിന് മറുപടിയാണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതായത് നമ്മളൊരു കാറ് റോഡിൽ ഓടിക്കുമ്പോൾ ഓരോ ഗിയർ മാറിയിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചാട്ടം, വല്ലാത്തൊരു വിറയൽ വരാറുണ്ട്. അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് ഓരോ ഗിയർ ഇടണം. ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ചാട്ടം ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വാഹനത്തിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്ന യാത്രക്കാർ പോലും അറിയാതെ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയണം. ഈ ഗിയർ ചേഞ്ച് ചെയ്തിട്ട് ക്ലച്ച് അയക്കുമ്പോഴാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ പലർക്കും തന്നെ ഒരു ജെർക്ക് വരുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് മാറ്റാനായിട്ട് ചെറിയൊരു ടെക്നിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ എല്ലാ ദിവസവും ചെയ്തിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മളൊരു കാർ റോഡിൽ ഓടിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരാൻ പാടില്ല. അതുപോലെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അറിയാൻ പാടില്ല. അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. അതിനൊരു പരമാവധി ഒരു പരിശ്രമം വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിത് നിങ്ങളെ ഇവിടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വാഹനം ഞാനിതേ താക്കോൽ ഓൺ ചെയ്യുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ ചേർത്ത് കൊടുക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാണ്, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം ഇവിടെ മുന്നോട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വാഹനം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരാൻ പാടില്ല. അതിന് ചിലർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരും, എന്നിട്ട് ക്ലച്ചെ തന്നെ വാഹനത്തെ നീക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒന്നെങ്കിൽ വാഹനം ഓഫായി പോകും, അല്ലെങ്കിൽ വണ്ടി വിറച്ച് മുന്നോട്ട് എടുക്കുന്ന ഒരു രീതി. അങ്ങനെ എടുക്കാനായിട്ട് പാടില്ല. നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം. അമിത ആക്സിലറേഷൻ വരാനും പാടില്ല, എന്നാൽ തീർത്തും ആക്സിലറേഷൻ കുറയാനും പാടില്ല. ഒരു റോഡ് നിരപ്പാണെന്നുണ്ടെങ്കിൽ ആ നിരപ്പായിട്ടുള്ള റോഡിൽ ആവശ്യമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് താളത്തിൽ വാഹനം എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നിങ്ങൾ വരിക, വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റിലേക്ക് വരിക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിരപ്പായിട്ടുള്ള പ്രതലമായതുകൊണ്ട് ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് ആയിട്ടുള്ള ആക്സിലറേഷൻ നമ്മൾ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം, പതുക്കെ നമ്മൾ കാല് റിലീസ് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ ലൈറ്റ് ആയിട്ടൊരു ആക്സിലറേഷൻ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് വണ്ടി ഞാൻ ഇങ്ങോട്ട് നീക്കി ആവറേജ് വണ്ടി ഒന്ന് റണ്ണായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് വിറയലില്ലാതെ ജെർക്കില്ലാതെ നമുക്കൊരു വാഹനത്തെ ഫസ്റ്റ് ഗിയറിൽ എടുക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് അയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചാട്ടത്തോടു കൂടിയായിരിക്കും സെക്കൻഡ് ഗിയറിലേക്ക് വീണ് വാഹനം മൂവ് ആകുന്നത്. അത് ഒഴിവാക്കുക. അപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, എപ്പോഴും സെക്കൻഡ് ഗിയറിൽ വാഹനത്തിന് പോകാവുന്ന, അതായത് സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടി ഓടിച്ചു പോകാവുന്ന ഒരു വേഗത്തിലേക്ക് വാഹനത്തെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതിനെന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇടത്തെ കാല് ക്ലച്ചേ വെക്കുക. ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു ആ സമയത്ത് ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് സെക്കൻഡിലേക്ക് ഞാൻ ഇത് സാവധാനത്തിലിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കിയ സെക്കൻഡ് ഗിയറിൽ ജെർക്കില്ലാതെ എനിക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ചെയ്ത ഒരു ചെറിയൊരു ടെക്നിക്കുണ്ട്. എന്താണ്, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു. അതായത് ഇപ്പോൾ തേർഡ് കൊടുക്കുന്ന സമയത്ത് ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് വാഹനത്തെ എത്തിക്കുന്നു. ഈ സെയിം ടൈമിൽ ഇടത്തെക്കാലം ഞാൻ ജസ്റ്റ് ക്ലച്ചിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് വണ്ടിക്ക് തോണ്ട് ഇത്തിരി സ്പീഡായി. ഈ സമയത്ത് ഞാൻ ആക്സിലറേഷൻ അയക്കുന്നു, ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു. അപ്പോൾ ഈ ചവിട്ടി പിടിച്ച ടൈമിൽ തോണ്ട് വണ്ടി ഉരുണ്ടോ
ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഗിയർ ഇട്ടിട്ടില്ല. സാവധാനം ന്യൂട്രലിലേക്ക് വന്ന് തേർഡിലേക്ക് ഇട്ടിട്ട് സാവധാനം ഞാൻ ക്ലച്ചിൽ നിന്ന് കാലൊരു 3-4 സെക്കൻഡ് കൊണ്ട് പതിയെ അയച്ചു വരുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ കണ്ടോ തേർഡ് ഗിയറിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇടാനായിട്ട് കഴിയും. പല ആൾക്കാരും എന്ത് ചെയ്യും, സെക്കൻഡിൽ തേർഡ് അങ്ങോട്ട് ഇടും, എന്നിട്ട് ക്ലച്ച് നിന്ന് എടുക്കും, വാഹനം ഓഫായി പോകും, വാഹനത്തിനുള്ളിൽ ജെർക്ക് വരും. അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ തേർഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരിത്തിരി സ്പീഡ് ആക്കണം, ഒരു 30-35 കിലോമീറ്റർ സ്പീഡ് ആക്കുന്നു, ആക്സിലറേഷൻ അയക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. ഇപ്പോഴും എൻ്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ന്യൂട്രലിലേക്ക് ആക്കുന്നു, ഫോർത്തിലേക്ക് ആക്കുന്നു, ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് നോക്കിയാൽ ഒരു 3-4 സെക്കൻഡ് കൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്തു, ഒരു തരത്തിലുള്ള ജെർക്കും ഇല്ല. ഇപ്പോൾ ഫോർത്തിൽ വന്നു. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ജെർക്ക് വരാതിരിക്കാനായിട്ട് അഡ്വാൻസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു വളവുണ്ട്, ബ്രേക്കേ വന്ന് വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കിക്കൊണ്ട് ക്ലച്ച് പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇറക്കം കൂടിയ വളവാണ്, ഞാനിത് തേർഡിലേക്ക് ഇടുന്നു, പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് മൂന്നാമത്തെ ഗിയറിൻ്റെ പിടുത്തത്തിൽ വന്നതുകൊണ്ട് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ഞാൻ ഈ ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ ഈ ടേൺ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് ഡൗൺ ചെയ്യുക. ഇപ്പം ഞാനിവിടെ തേടി വരുവാണ്. ഇനി നമ്മൾ മുന്നിലൊരു ജംഗ്ഷൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, അഡ്വാൻസ് തന്നെ ബ്രേക്കേ വരിക, പതിയെ വണ്ടി സ്ലോ ചെയ്യുക, ഒരു കാരണവശാലും ചവിട്ടി നിർത്താൻ പാടില്ല. ഇതുകൊണ്ട് ക്ലച്ചേ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സെക്കൻഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് ഇതുകൊണ്ട് പതുക്കെ കാല് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു. അപ്പോൾ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ആ സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്കേ വരിക, ഒന്ന് സ്ലോ ചെയ്തിട്ട് ഗിയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കില്ലാതെ ഗിയർ ഇടാം. ഞാൻ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇനി ഒരു ഇറക്കം കൂടിയ റോഡാണെങ്കിലോ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ബ്രേക്കേ ജസ്റ്റ് ഒന്ന് കാല് വെക്കുക. ഇപ്പോൾ ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, ക്ലച്ച് അങ്ങോട്ട് പിടിക്കുന്നു, വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ന്യൂട്രലിലേക്ക് ആക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു, എന്നിട്ട് പതിയെ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തതുകൊണ്ട് തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നതുകൊണ്ടോ ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് മൂന്നാമത്തെ ഗിയറിൽ എൻ്റെ വാഹനം കണ്ടോ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇത് ഇറങ്ങി വരുന്നത്. മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നു. വീണ്ടും ചെറിയൊരു ടേൺ ആണ്. ഞാൻ ബ്രേക്കിനെ മെല്ലെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ചെറിയ രീതിയിൽ ചവിട്ടി കൊടുത്തതുകൊണ്ട് ഈ ടേൺ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു വരികയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു ടേൺ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, വീണ്ടും ഇതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നു. ഇനി ഫോർത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അയച്ച് വണ്ടി ഒന്ന് റണ്ണിങ് ആക്കുക, എന്നിട്ട് വെറുതെ ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക, ക്ലച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക, അതായത് ചവിട്ടി താഴ്ത്തുക, ന്യൂട്രലിലേക്ക് ആക്കുന്നു, നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു, ഒരു 1-2-3-4 സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ നാലാമത്തെ ഗിയറിൽ വന്നു. ഇനി ഇവിടെ ഒരു മുന്നമേ ഒരു വളവാണ്, ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു, വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തേർഡ് കൊടുക്കുന്നു, ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടോ മൂന്നാമത്തെ ഗിയറിലേക്ക് സുഖകരമായിട്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വാഹനത്തിൻ്റെ മൂവിങ് നിലനിർത്തിക്കൊണ്ട് ഗിയർ ഇടാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. അപ്പോൾ നമ്മൾ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ജെർക്ക് ഉണ്ടാകത്തില്ല, സ്മൂത്ത് ആയിട്ട് ഗിയർ ഇടാം. ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ധൃതി പിടിച്ച് ഗിയർ ഇടേണ്ട, തിടുക്കപ്പെട്ട് ഗിയർ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കാം, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് റോഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഓൾ അമർത്തി കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പരമാവധി അവർക്കല്ലേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ.